ഇത് യഥാർത്ഥത്തിൽ മറ്റൊരു ലാവിനിൻ പോലെ വളർത്തിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനിക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കുഴൽനാടൻ അതിൽ പെട്ടുപോയതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയുന്നത് അദ്ദേഹം ഈ കേസ് പഠിക്കാതിരിക്കില്ല. സാധാരണ നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അദ്ദേഹം പ്രതികരിക്കാറ്. ഇപ്പോൾ പറയുന്നത് ഇത് വിജിലൻസ് കേസാണോ അല്ല പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണോ അതൊന്നും എനിക്കിപ്പോൾ അറിയില്ല. ഇത് പഠിച്ചിട്ടേ പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്തൊരു അവകാശമാണിത്. കുഴൽനാടന് 3 പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്ന് പേരടിക്കടി കിട്ടുകയാണ്. ആദ്യം ഇതേ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് അദ്ദേഹം കേസ് കൊടുത്തത്. പറഞ്ഞ മനസ്സിലായെങ്കിൽ പേര് വെച്ചിട്ട് അത് മൂവാറ്റുപുഴ കോടതി തള്ളി. പിന്നെ ഒരു വേഷപ്രച്ഛന്നനായി അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വേറൊരാളെ കൊണ്ട് കൊടുപ്പിച്ചു. നിങ്ങൾ ഇതിൻ്റെ നാൾ വഴികൾ മനസ്സിലാക്കണം. അത് പലർക്കും അറിയില്ല. തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ വേഷപ്രച്ഛന്നനായി വന്ന കുഴൽനാടനാണുള്ളത്. അപ്പോൾ പിന്നെ അയാൾ നേരിട്ട് രംഗത്ത് വന്ന് തിരുവനന്തപുരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ അപ്പീൽ കൊടുത്തു. റിവിഷനാണ് തിരുവനന്തപുരം കോടതി വിധിക്കെതിരായിട്ടുള്ളത്. ഇപ്പം അതും തള്ളി. അപ്പം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു, ഫസ്റ്റിൽ മാവേലിക്കര കോടതിയുടെ വിധി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു. അപ്പം അന്നേരം അയാൾ മാപ്പ് പറഞ്ഞില്ല. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വന്ന സമയത്ത് മാപ്പ് പറയുന്നില്ല. ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്ഥിതിയിൽ അദ്ദേഹം മാപ്പല്ല പറയേണ്ടത്, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയാണ്. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ബഹുമാനപ്പെട്ട VD സതീശനും രാജിവെക്കണം. കാരണം ഇത് തുടരാൻ അനുവദിക്കരുത്. കള്ളക്കഥകളുണ്ടാക്കുക, എന്നിട്ട് രാഷ്ട്രീയ ശത്രുതകളുടെ ആൾക്കാരെ നശിപ്പിക്കുക. എവിടത്തേക്കാണ് ഈ കേരള രാഷ്ട്രീയത്തെ UDF കൊണ്ടുപോയത്? ഇതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താ? എക്സാലോജിക്ക CMRL കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അവാർഡായി, ഉത്തരവായി. ആ ഉത്തരവിൽ അവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ഇൻകം ടാക്സ് ഇവേഷൻ പരിപൂർണമായി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അത് CMRL കമ്പനി ഞങ്ങൾക്ക് തന്നു. കണക്ക് കൂട്ടിയതിലുള്ള ഇൻകം കണക്ക് കൂട്ടിയതിലും അതുപോലെ തന്നെ ലാഭം കണക്ക് കൂട്ടിയതിലും കമ്പനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇൻകം ടാക്സിന് കിട്ടേണ്ടത് അവർ തന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുന്നു, കമ്പനിക്ക് കൊടുക്കുന്നു. ആ കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടുള്ളതാണ് എക്സാലോജിക്ക. അപ്പോൾ എക്സാലോജിക്കയെ ഒരു രൂപത്തിലും പ്രോസിക്യൂഷൻ നടപടിക്ക് വിധേയമാക്കിക്കൂടാ. ഇതിന് ശേഷം പിന്നെന്തുണ്ടായി? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PC ജോർജിൻ്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് കമ്പനീസ് ആക്ട് 210, 212 പ്രകാരം ഇത് 212 ഇൻവോക്ക് ചെയ്യണം. കമ്പനിയുടെ എല്ലാ നടത്തിപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങളും പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു
അങ്ങനെയൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. 210 ഇൻവോക്ക് ചെയ്യുക. കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപാകതകളുണ്ടോ അത് പരിശോധിക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ആ ഹൈക്കോടതി വിധി നിൽക്കുന്ന സമയത്താണ് 2023 ജനുവരി മാസം 31-ാം തീയതി PC ജോർജ് രാജിവെച്ച് എവിടത്തേക്ക് പോകുന്നത്. അന്നുണ്ടായ ഒരു സംഭവമാണ്. ഇത് ഡൽഹിയിൽ വെച്ച് കിടന്നാണ്. ഇത് രാവിലെയാണ് രാജിവെക്കുന്നത്. വൈകുന്നേരമാണ് ഇത് SFIOന് വിടുന്നത്. SFIO എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. SFIOന് വിടുന്ന സമയത്ത് ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച് എങ്ങനെയാണ് വഴിവിട്ട മാർഗങ്ങൾ വഴി ഒരു നല്ല മനുഷ്യനെ, ഒരു ഭരണാധികാരിയെ, ഒരു മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു മ്ലേച്ഛമായ ചിത്രമുണ്ടാക്കാൻ ഇവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നുള്ളത് ആരംഭം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശാഭിമാനിയിൽ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. കുടനാടനും കുറേ കുടലൂത്തുകാരും. അതിൽ ഞാൻ എടുത്തു പറഞ്ഞു, ഇത് കുപ്പത്തൊട്ടിയിടും ഈ കേസ് നിലനിൽക്കില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയാണ്, ഇത് പ്രതിപക്ഷത്തിന് ഏറ്റിട്ടുള്ള തിരിച്ചടിയല്ല, ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണോ അല്ല പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം വീണെടുക്കെന്ന് ഉരുളുകയാണിപ്പോൾ. അപ്പോൾ സാമാന്യനെ ചെയ്യേണ്ടത്, ആദ്യം കുഴൽനാടൻ പറഞ്ഞു ഞാൻ ക്ഷമാപണം നടത്തുമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം നടത്തണം. ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പദവിക്ക് യോജിച്ചതല്ല. പ്രതിപക്ഷ നേതാവ് രാജിവെക്കുന്നില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ക്ഷമാപണം നടത്തണം. നമ്മളെ ഗോപാലകൃഷ്ണൻ നടത്തിയതുപോലെ. ഏത് ഗോപാലകൃഷ്ണൻ? BJPയുടെ ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചറുടെ മുമ്പിൽ ക്ഷമാപണം നടത്തിയില്ലേ? ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണം. ഇനി ഈ പണിയുമായിട്ട് മുമ്പോട്ട് പോകരുത് ദയവ് ചെയ്ത്. എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൊതുസമ്മതരായിട്ടുള്ള ജനനേതാക്കളെ ടാർണിഷ് ചെയ്യാൻ ഇവർ നടത്തുന്ന പ്രവർത്തനം എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണിത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളങ്ങി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഓരോരോ ആരോപണവും കൊണ്ടുവരിക. ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആരോപണം, അതിനൊക്കെ ഞാനന്ന് മറുപടി പറഞ്ഞാണ് മന്ത്രി എന്നുള്ള നിലയിൽ, പാർലമെൻ്ററി വകുപ്പും നിയമവും കൈകാര്യം ചെയ്ത മന്ത്രി എന്നുള്ള നിലയിൽ മറുപടി അന്ന് പറഞ്ഞതാണ്. ഒരൊറ്റ കേസ് പോലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഇങ്ങനെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇടക്കിടക്ക് ഓരോന്ന് പറയും, അറ്റൻഷൻ മാറ്റാൻ നോക്കും. ഒരു സമൻസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനോ എതിരായിട്ട് നടത്താൻ സാധിക്കാത്ത ആൾക്കാരാണ് അഴിമതി എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CMൻ്റെയും ഇമേജ് എവറസ്റ്റോളം കയറിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ജനത ഇത് തിരിച്ചടിക്കും. അതിശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ ജനത ഈ നെറികേടിനെതിരായി നൽകും.